കേരളീയ സമൂഹം വായിച്ചും പഠിച്ചും പഠിപ്പിച്ചും വഴിതെറ്റിപ്പോകുന്ന ഒരു ദാർശനിക ധാരയാണ് ശ്രീനാരായണ ഗുരു നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം ആ ധാര എങ്ങനെ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, രണ്ട് മലനിരകളുടെ അടിവാരത്തുകൂടി ഒഴുകിപ്പോകുന്ന ഒരു അരുവിയെ പോലെയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ. ആ സമതലങ്ങളെയൊക്കെ നീരണിയിച്ചുകൊണ്ട് അത് കടന്നു പോവുകയാണ്. ഈ രണ്ട് പർവ്വത നിരകൾ ഏതെന്ന് നമ്മൾ വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായി തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്ന് ദൈവികതയുടെയും ആത്മീയതയുടെയും ഗിരിനിരകൾ നിരകളാണെന്നുണ്ടെങ്കിൽ, മറുഭാഗത്തൂടെ പോകുന്നത് ഭൗതിക ചിന്തകളുടെ യാഥാർത്ഥ്യമായ ലോകത്തിൻ്റെ ഉൾക്കാഴ്ചകൾ നൽകുന്ന പർവ്വത നിരകളാണ് അടുത്ത ഭാഗത്തുള്ളത്. മഹാഗുരുവിൻ്റെ ദർശനങ്ങൾ ഈ രണ്ട് നിരകളിൽ നിന്നും ഊർന്നു വരുന്ന ആ ജലത്തിൻ്റെ നീരുറവകളുടെ സ്വീകരിച്ചുകൊണ്ടാണ് ആ ദാർശനിക ധാര മുന്നോട്ടൊഴുകിയിറങ്ങുന്നത്. ഇതിലേതെങ്കിലും ഒരു ദാർശനിക ധാരയെ നിഷേധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം അനുവദിക്കുന്നതുമില്ല. ദൈവികതയുടെ മാത്രം നീർ പ്രവാഹമാണ് ഇതിലൂടെ ഒഴുകുന്നത് എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഭൗതികതയുടെ ദാർശനിക മൂല്യങ്ങളാണ് ശ്രീനാരായണ ഗുരു വഹിക്കുന്നത് എന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഈ രണ്ട് ധാരകളുടെയും സമന്വയമായ ഒരു ധാരയാണ് ശ്രീനാരായണ ഗുരുദേവൻ പ്രതിനിധാനം ചെയ്യുന്നത്. ഈ സമൂഹം ഇന്ന് ഈ ഗുരുവിൻ്റെ ദാർശനിക ധാരയെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ മാത്രമായി കാണാനും അവിടേക്ക് മാത്രമാക്കി ഒതുക്കപ്പെടുന്നതിനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച നമുക്കിന്ന് കാണാം. ഈ കേരളത്തിൻ്റെ സാമൂഹിക, ദാർശനിക, ഭൗതിക ചിന്തകളുടെ തടവിറകളിൽപ്പെട്ട് വിമിഷ്ടപ്പെടുന്ന ഒരു മൂല്യബോധമായി ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം നമുക്കിന്നിവിടെ കാണാൻ കഴിയും. അത് ഇവിടെ ശ്രീനാരായണ ഗുരുവിനെ യഥാർത്ഥത്തിൽ പഠിക്കാതെയും ഗ്രഹിക്കാതെയും മനനം ചെയ്യാതെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മഹാഗുരുവിനെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷാവസ്ഥയാണ് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. എല്ലാവരും ആവേശത്തോടുകൂടി ശ്രീനാരായണ ഗുരുവിനെ പുണരുകയും പുൽകുകയും ചെയ്യുമ്പോൾ ആ ദർശനത്തിൻ്റെ ആ സമന്വയധാരയെ, അതിൻ്റെ ശരിയായ പ്രവാഹത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. ആ മൂല്യബോധത്തെ അതിൻ്റെ തനിമയോടുകൂടി, അതിൻ്റെ പക്ഷാതീതമായ നിലപാടോടുകൂടി സ്വീകരിക്കാൻ കേരളം തയ്യാറാകുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഈ ദർശനത്തിൻ്റെ, ഈ മൂല്യത്തിൻ്റെ സൗന്ദര്യം എല്ലാവരെയും മോഹിപ്പിക്കുകയും അവരെല്ലാവരും അവരുടേതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇത് അതിൻ്റെ തനിമ നഷ്ടപ്പെട്ട്, അതിൻ്റെ ഊർജം നഷ്ടപ്പെട്ട് അത് സമ്മർദ്ദത്തിലാകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കേരളത്തിൽ കാണാൻ കഴിയുക. അങ്ങനെ ഈ സമൂഹത്തിലെ ഏവർക്കും യാതൊരു പരിശ്രമവുമില്ലാതെ, യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ ഉയർത്തിക്കാണിക്കാൻ പറ്റിയ ഒരു മൂല്യബോധമല്ല ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പ്രദാനം ചെയ്തത്. പക്ഷേ എന്താണ് പറയുക, വിധി വൈപരീത്യം എന്ന് പറഞ്ഞാൽ മാത്രം മതി. അതിനെ അർഹരും അനർഹരുമായിട്ടുള്ള എല്ലാവരും തന്നെ അതിൻ്റെ ഔചിത്യത്തെ മറന്നുകൊണ്ട്, അതിൻ്റെ മഹത്വത്തെ മറന്നുകൊണ്ട്, അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള അനന്യതയെ മറന്നുകൊണ്ട് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ദുരന്തം ശ്രീനാരായണ ഗുരുവിൻ്റെ ദാർശനിക ചിന്തകളിലെ കളങ്കമായി മാറുകയാണ്. അതിന് സാക്ഷിയാണ് നാം ഓരോരുത്തരും എന്ന് ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും.